റിപ്പോർട്ടർ ഇംപാക്ട് ലിഫ്റ്റിൽ രോഗി കുടുങ്ങിയതിൽ നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആണ് നിർദ്ദേശം നൽകിയത്. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ പ്രസാദിന്റെ വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ എന്നുള്ള വാർത്തയാണ് ലഭ്യമാകുന്നത്. എന്താണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം? അല്പസമയം മുമ്പാണ് ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വാർത്താക്കുറിപ്പ് വായിക്കാം. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് വാർത്ത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എന്ന ഒരൊറ്റ വരി വാർത്താക്കുറിപ്പിൽ ഇത് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ തെളിവുകളോടും കൂടിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഈ വാർത്താക്കുറിപ്പിനൊപ്പം അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്താനോ അമർഷം രേഖപ്പെടുത്താനോ മന്ത്രിയുടേതായ എന്തെങ്കിലും ഒരു വിവരണം അതിൽ കൊടുക്കാനോ ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കുന്ന സ്മൃതി. ഇത്തരം വാർത്താക്കുറിപ്പുകൾ ഒരുപാട് കേരളം കണ്ടിട്ടുണ്ട്. അന്വേഷിക്കും, നടപടിയെടുക്കുമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അതിനുശേഷം ഒന്നും കാണുന്നില്ല. ഒരു മനുഷ്യൻ 2 രാത്രി ഇവരുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടുങ്ങിക്കിടന്നിട്ട് നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയെന്ന ഒരൊറ്റ വരി വാർത്താക്കുറിപ്പിൽ ഇതിൻ്റെ പ്രതികരണം ഇറക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി മാറി എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നത്. പല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഇത്രയും ഗുരുതരമായ വീഴ്ചകൾ തുടരാൻ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ഒരു നിലപാടില്ലായ്മയാണ് എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇത് തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നത്. ആ മനുഷ്യൻ്റെ വാചകങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ എന്നിട്ടും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന ഒരൊറ്റ വരി വാക്കിൽ ആ വാർത്താക്കുറിപ്പ് ഇറക്കാൻ എങ്ങനെ നമ്മുടെ മന്ത്രിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗൗരവമായ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലിഫ്റ്റ് വിഷയത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണോ ഇതിൽ മറുപടി നൽകേണ്ടത്? എന്താണ് അതിന്റെ ഒരു വ്യക്തത? അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടി വരും. സാധാരണ മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്നത് ഈ ആരോഗ്യ സംവിധാനത്തിന് പിറകിലായതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇതിൽ കാര്യങ്ങൾ നോക്കുന്നത്. മെഡിക്കൽ കോളേജ് അവരുടെ അണ്ടറിലാണ്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അന്വേഷിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത്. സ്മൃതി, ഞാൻ പറഞ്ഞതുപോലെ ഈ വാർത്താക്കുറിപ്പിലെ ഗൗരവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ 2 രാത്രി അവരുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന ഒരൊറ്റ വരി വാർത്താക്കുറിപ്പിറക്കാൻ എങ്ങനെയാണ് നമ്മുടെ മന്ത്രിക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്താക്കുറിപ്പുകൾ നേരത്തെയും കേരളം കണ്ടിട്ടുണ്ട്. പല വാർത്താക്കുറിപ്പുകളും പല പ്രസ്താവനകളും പിന്നീട് ഒന്നും സംഭവിക്കാത്തതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു മനുഷ്യന് സംഭവിച്ച കേട്ടുകേൾവിയില്ലാത്ത ഒരു വലിയ ദുരനുഭവം, ഓർക്കുമ്പോൾ പോലും ഭയാനകമുണ്ടാകുന്ന ഒരു സംഭവം അവരുടെ ഒരു സ്ഥാപനത്തിൽ നടന്നിട്ടാണ് ഇങ്ങനെ ലാഘവമുള്ള ഒരു പ്രതികരണം മാത്രം ഉണ്ടാകുന്നത്. ശരി, വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഒറ്റവരി നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. അന്വേഷിച്ച് നടപടിയെടുക്കാനാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് ആ നടപടി എന്നുള്ളതും അറിയേണ്ടതുണ്ട്.